വചന നിമിഷത്തിലേക്ക് സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള ദൈവ വചനങ്ങൾ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാർക്ക് നൽകുന്ന അന്ത്യ ആജ്ഞാപനമാണ്. ഗ്രേറ്റ് കമ്മീഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് ഈ ഭാഗത്തെ പറയുന്നത്. 3 ധ്യാനചിന്തകൾ പറയുകയാണ്. ഒന്ന്, ദ കോൺസെപ്റ്റ് ഓഫ് അതോറിറ്റി, അധികാരത്തെ പറ്റിയുള്ള ദർശനമാണ്. അധികാരം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം എക്സൂസിയ എന്നാണ്. എക്സൂസിയ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ദ എബിലിറ്റി ഓർ റൈറ്റ് ദാറ്റ് പ്രൊസീഡ് ഫ്രം വൺ ബീയിങ്, ഒരാളുടെ സത്താപരമായ സ്വഭാവത്തിൽ നിന്നോ പുറപ്പെടുന്ന കഴിവോ അധികാരമോ ആണ് ഈ എക്സൂസിയ. യേശു പറഞ്ഞു, സകല അധികാരവും എനിക്ക് നൽകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം, അന്ന് വേറൊരു അധികാര കേന്ദ്രമുണ്ട്, അത് സീസർ എന്ന അധികാര കേന്ദ്രമാണ്. യേശുവിനെ കർത്താവെന്ന് ആദിമസഭ മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ ഓഗസ്റ്റർ സീസർ എന്നൊരു ക്രൈസ്റ്റ് കൂടെ അവിടെ ഉണ്ട്. അത് നിയമപരമായി സീസറിനെ ക്രൈസ്റ്റ് എന്ന് വിളിക്കണം. ഇത് വിളിക്കത്തില്ല എന്നുള്ളതാണ് ആദിമസഭയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ഇത് സീസറിൻ്റെ അധികാരമല്ല, അത് അടിച്ചൊതുക്കി ശക്തി കൊണ്ട്, പവർ കൊണ്ട്, നേടിയെടുക്കുന്ന ശക്തി കൊണ്ട് കീഴടക്കുന്ന അധികാരമാണ്. യേശുവിൻ്റെ അധികാരം അതല്ല, അത് മുറിവേറ്റവൻ്റെ അധികാരമാണ്. 2, ദ കോൺസെപ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ശിഷ്യത്വത്തിൻ്റെ ദർശനമാണ്. യേശു പറഞ്ഞു, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. എന്താണ് ശിഷ്യത്വം? അടിമകളെ സൃഷ്ടിക്കാനല്ല യേശു പറഞ്ഞത്. കൂടാതെ ഇന്നത്തെ ഭാഷയിൽ വെട്ടിപിടിക്കുന്നവനെ സൃഷ്ടിക്കുന്ന സമൂഹത്തെ അല്ല, പിന്നെയോ തന്നെ പോലെ മുറിവേക്കുവാൻ തയ്യാറുള്ളവരുടെ സമൂഹത്തെ സൃഷ്ടിക്കാനാണ്. ഒരു ദൈവരാജ്യ സമൂഹത്തെ സൃഷ്ടിക്കുന്ന, കൂടെ നിൽക്കുന്ന, ഒരു വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്ന, തൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ, ശിഷ്യ സമൂഹത്തെ സൃഷ്ടിക്കുക. 3ാമത്തെ ദർശനം, ദ കോൺസെപ്റ്റ് ഓഫ് പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യത്തിൻ്റെ ദർശനമാണ്. യേശു പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. എന്താ ദൈവ സാന്നിധ്യം? ഇത് നിരീക്ഷണത്തിലാക്കുന്നതല്ല, പിന്നെയോ സംരക്ഷണം കൊടുക്കുന്നതാണ്. യേശു പറഞ്ഞു, യു ആർ നോട്ട് അണ്ടർ ദി സർവൈലൻസസ്, എൻ്റെ സർവൈലൻസസ് കീഴിലുള്ള ആക്കുക. അന്ന് സീസർ തൻ്റെ നിരീക്ഷണത്തിലാക്കി തൻ്റെ കൂടെയുള്ളവർക്ക് സംരക്ഷണം കൊടുക്കുന്നു. ഇത് സീസർ കൊടുക്കുന്ന സംരക്ഷണം വ്യത്യസ്തമാണ്. ഇത് മുറിവേറ്റവൻ കൊടുക്കുന്ന സംരക്ഷണമാണ്. എന്താണ് മുറിവേറ്റവൻ്റെ വേദന? മുറിവേൽക്കാൻ പോകുന്നവൻ്റെ വേദനയെ മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ടാണ് എൻ്റെ കൂടെ നിന്നാൽ, മുറിവേറ്റവൻ്റെ കൂടെ നിന്നാൽ ഞാൻ നിൻ്റെ കൂടെ നിൽക്കും. ദ കോൺസെപ്റ്റ് ഓഫ് പ്രസൻസ് ഓഫ് ഗോഡ്. ഗോഡ് ബ്ലെസ് യു.